ഹായ് ഗായ്സ്, ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് സ്റ്റെപ്പ്, ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി അതിലേക്ക് കോൺഫ്ലോർ, സോൾട്ട്, മസാല, ചില്ലി പൗഡർ, പിന്നെ സ്ക്യൂസ് ഓഫ് ലെമൺ, ഒരു എഗ്ഗ് വേണ്ട, ആവശ്യത്തിന് എഗ്ഗ് എന്നിവ ചേർത്ത് മിക്സ് ആക്കി ഹാഫ് അവർ ഫ്രീസറിൽ വെക്കുക. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബിരിയാണി റൈസും സോക്ക് ചെയ്യാം, ഒരു ഹാഫ് അവർ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാനുള്ള പാൻ റെഡിയാക്കണം. അതിൽ ഓയിൽ ആഡ് ആക്കി ചിക്കൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഹോ, എന്താല്ലേ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. ഇനി അടുത്തതായിട്ട് റൈസ് സെറ്റ് ചെയ്യാനുള്ള പാൻ റെഡിയാക്കണം. അതിൽ ഈ സെയിം ചിക്കൻ ഫ്രൈ ആക്കിയ എക്സസ് ആയിട്ടുള്ള ഓയിൽ, ബട്ടർ, ബേ ലീഫ്, പിന്നെ പൊടിക്കാത്ത മസാല കൂട്ട്, കുറച്ച് ഒണിയൻ ഓർ സവാള ചോപ്പ് ചെയ്തത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില, പുതിനയില, ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ബിരിയാണി റൈസ് ആഡ് ആക്കാം. ഉപ്പിടാൻ മറക്കല്ലേ. 2 ചില്ലി ഫോർ ഫ്ലേവർ, പിന്നെയും സ്ക്യൂസ് ഓഫ് ലെമൺ. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള സവാള ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിവിടെ സവാള ഫ്രൈ ചെയ്തതും ഒണിയൻ വഴറ്റിയതുമാണ് എടുക്കുന്നത്. ഒണിയൻ വഴറ്റുമ്പോൾ സോൾട്ട് ആഡ് ചെയ്താൽ വേഗം സെറ്റായി കിട്ടും. പിന്നീട് മസാല ഇടണ്ട. പിന്നെ തക്കാളി, കുറച്ച് ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടർമറിക്, പെപ്പർ പൗഡർ, കേർഡ് എന്നിവ ചേർത്ത് കൂട്ടി യോജിപ്പിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി റൈസ് സെറ്റായിട്ടുണ്ടാകും. ഹോ, എന്താ മണം! ഫ്രൈ ചെയ്ത സവാള ഹാഫ് ഡം ചെയ്യാനും ഹാഫ് ഞാൻ മസാലയിൽ ഇടാനുമാണ് എടുത്തിരിക്കുന്നത്. കറിയിൽ ഫ്രൈഡ് ചിക്കൻ ഇപ്പൊ പോയനെ വെള്ളം ഒഴിച്ച് വേവിക്കുക. നമ്മുടെ മസാല റെഡി. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുമ്പോൾ എടുക്കുക. ഓക്കെ, ഇനി ടോപ്പിംഗ്സ് ഇടാനായിട്ട് നമ്മൾ കാഷ്യൂ ഫ്രൈ ചെയ്തു. ആ സെയിം എണ്ണയിൽ തന്നെ സോൾട്ട് ഇട്ട് എഗ്ഗും ഫ്രൈ ചെയ്തു. ഈ എഗ്ഗ് എനിക്ക് ബിരിയാണി ദം ചെയ്യുമ്പോൾ ടോപ്പിംഗ്സ് ആയിട്ട് ഇടാനായിട്ടാണ്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജായ ദമ്മിലേക്ക് കടക്കാം. ദം ചെയ്യാനായിട്ട് ഗീ, പിന്നെ റൈസ് ഇടുക, പിന്നെ ടോപ്പിംഗ്സ് ഇടുക. അതായത് ഫ്രൈഡ് ഓണിയൻ, ഫ്രൈഡ് എഗ്, കാഷ്യൂനട്ട്, മല്ലിയില, പുതിനയില, പിന്നെ നമ്മുടെ തിക്കായിട്ടുള്ള മസാല. ഇതിങ്ങനെ ലെയറായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തോണ്ടേയിരിക്കാം കഴിയുന്നത് വരെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് സീൽ ചെയ്ത് ക്ലോസ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ടേസ്റ്റി ചിക്കൻ ബിരിയാണി റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.